ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് മത്തി മുളകൊക്കെ തിരുമ്മി വറക്കാൻ പരുവത്തിന് വെച്ചിരിക്കുകയാണ്. ചില സ്ഥലത്ത് മത്തി പൊള്ളിക്കുക എന്ന് പറയും, ചില സ്ഥലത്ത് വറക്കുക എന്ന് പറയും. ഞങ്ങൾ ഏതായാലും വറക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മത്തി വറുത്ത് ചോറ് കഴിച്ചാലോ? അങ്ങനെ ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തൊക്കെ വെച്ചു. അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. ഞങ്ങൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. അത് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി. അതിലോട്ട് നമുക്ക് മത്തി പെരക്കി ഇടാം. മത്തി എന്ന് പറയും, ചാള എന്ന് പറയും, അങ്ങനെ പല പേരുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 2 പേരെ അറിയത്തുള്ളൂ. അപ്പം എന്തായാലും കുഞ്ഞ് മത്തിയാണ് കിട്ടിയത്. ഇത് നമുക്ക് പീര വെക്കാൻ സൂപ്പറാക്കാം, പക്ഷേ എനിക്ക് വറക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് വറക്കാൻ വെച്ചു. എന്തായാലും നന്നായിട്ട് കിടന്ന് തിളയ്ക്കട്ടെ എന്നല്ല, നന്നായിട്ട് കിടന്ന് പൊള്ളട്ടെ. ഇടയ്ക്ക് നമുക്കതൊന്ന് മറിച്ചിട്ട് നോക്കാം, വെന്തോന്ന് നോക്കാം. പക്ഷേ സൈഡ് ആയി വരുന്നതേ ഉള്ളൂ. ഒരു വശം ഏകദേശം മൂത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ അവിടെ കിടക്കട്ടെ. എല്ലാം ഒന്ന് ചോട്ടി പിടിക്കാതെ ഒന്ന് പതിയെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ട് കിടന്ന് മൂക്കട്ടെ. എന്തായാലും മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടത് മീൻ പൊള്ളിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങാം. എല്ലാം നന്നായിട്ട് ഒന്നും കൂടെ മൂക്കട്ടെ. എന്തായാലും എല്ലാം മൂത്ത് വന്ന് ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞു മത്തി, ഇത്തിരി കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത്, അതിൻ്റെ വെള്ളോട്ട് ഇട്ടാൽ മതി. പക്ഷേ കറിവേപ്പില ഇല്ലാണ്ടായി. അപ്പം മത്തി വറുത്തത് പാത്രത്തിലോട്ട് മാറ്റി. എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഇത്ര കറിവേപ്പിലൊക്കെ തൂളിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ അതില്ലാത്തത് കൊണ്ട് പോട്ടെ, സാരമില്ല. എന്തായാലും ഞാൻ കഴിച്ചു. സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. മത്തി വറുത്തത് കൂട്ടി ചോറ് കഴിച്ചിട്ട് വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.